മുണ്ടക്കൈട്ടോപ്പിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ പരിശോധന നടക്കുകയാണ്. സ്കാനറിൽ ജീവന്റെ തുടിപ്പ് ലഭിച്ചതായി തിരച്ചിൽ സംഘം വ്യക്തമാക്കി. സിഗ്നൽ കിട്ടിയിടത്ത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് പരിശോധന ഊർജിതമാക്കുന്നുണ്ട്. ദുരന്തഭൂമിയിൽ 6 സോണുകളായി തിരഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നത്. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ സംഘത്തിലുണ്ട്. വെള്ളാർമല സ്കൂൾ കേന്ദ്രീകരിച്ചാണ് വ്യാപക തിരച്ചിൽ. 2 സംഘങ്ങൾ സൂചിപ്പാറ വനത്തിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. 281 പേരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഇനിയും കണ്ടെത്താനുള്ളത്. 130 ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചു. 40 സംഘങ്ങളായിട്ട് തിരച്ചിൽ നടക്കുന്നു. അട്ടമലയും ആറന്മുളയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈയാണ് രണ്ടാമത്തെ സോൺ. മൂന്നാമത് പുഞ്ചിരിമട്ടവും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതുമാണ്. GVHSS വെള്ളാർമല 5ാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. ചാലിയാർ പുഴയോരത്തെ 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 333 മരണമാണ്. പ്രതീക്ഷയുടെ വാർത്തകളും വരുന്നുണ്ട്. വയനാട് പടവെട്ടിക്കുന്നിൽ നിന്ന് ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഇന്ന് രക്ഷപ്പെടുത്തിയത്. ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് സൈന്യം എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിച്ചത്. വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തായാലും വലിയൊരു പ്രതീക്ഷയായിട്ട് ഒരു ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചു. ദുരന്ത മേഖലയിൽ നിന്ന് റഡാർ സിഗ്നൽ കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ അവിടെ പരിശോധന നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട? തീർച്ചയായും ലക്ഷ്മി, സൈന്യത്തിന്റെ റഡാറിൽ ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസവും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് തന്നെയാണ് അവിടെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. എന്താണ് ആ സിഗ്നൽ എന്നുള്ളത്, ആ ഒരു ശ്വാസം അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പ് എന്നുള്ളതാണ്. തുടർച്ചയായി സിഗ്നൽ ലഭിച്ചത് കൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നത്. എന്തായാലും അത് എന്ത് തന്നെയാണ് എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ഈ പരിശോധന മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ NDRFന്റെ സംഘം അവിടേക്ക് എത്തി പരിശോധന തുടരുന്നു. ഫയർഫോഴ്സും അതിനോട് ഒത്തുചേർന്നുകൊണ്ട് തന്നെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. ഇതിൽ 2 വീടുകൾ ഇതിന് സമീപത്തായി ഉണ്ട് എന്നുള്ള കാര്യമാണ്. അവിടെയുള്ള ആളുകളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അതും പ്രതീക്ഷ നൽകുന്നത് ഈ സിഗ്നൽ തന്നെയാണ്. ഈ ശ്വാസത്തിന്റെ, അതായത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റെന്തിന്റെയോ ജീവൻ തുടിക്കുന്ന ഒരു സിഗ്നലാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും എത്രത്തോളം നമുക്കത് അങ്ങനെ തന്നെ ആകാമെന്നുള്ളതിനെ പറ്റി വലിയ വ്യക്തത ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ പല മേഖലയിൽ നിന്നും ഇനിയും നിരവധി പേരെ കിട്ടാനായുണ്ട്. ഈ സ്ഥലത്തൊക്കെ തന്നെ എന്തായാലും NDRFന്റെ സംഘവും ഫയർഫോഴ്സും ഒക്കെ ഈ തെരച്ചിൽ നടത്തി. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളും ഇതിനോട് ചേർന്ന് തന്നെ ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സിഗ്നൽ ലഭിച്ചത്, അല്ലെങ്കിൽ മനോജ്, മണ്ണിനടിയിൽ നിന്നാണല്ലോ. എന്തായാലും അവിടെ ആ സ്ഥലത്ത് കെട്ടിടങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ എത്ര പേർ കുടുങ്ങിക്കൊടുപ്പുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളോ കണക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ മണ്ണിനടിയിൽ നിന്നും ഈ സിഗ്നൽ ലഭിക്കുമ്പോൾ അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സമയം ആദ്യഘട്ടത്തിൽ ഈ തുടർച്ചയായി സിഗ്നൽ ലഭിച്ചു. പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുന്നു. ഈ ഭാഗത്ത് തന്നെ, മുണ്ടക്കൈ ഭാഗത്ത് തന്നെ നിരവധിയായി മൃതദേഹങ്ങൾ നേരത്തെ കിട്ടിയിരുന്നു. ഇത്തരത്തിൽ പലതരത്തിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചു ഇതിൽ സിഗ്നൽ വരുന്നത്. അതാണ് വളരെയധികം, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ നിന്നും ഈ മൃതശരീരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്നും മറ്റൊരിടത്ത്, അതായത് അവിടെ നിന്നും ദൂരമേറിയ ഒരു സ്ഥലത്തു നിന്നുമാണ് ഇന്ന് 4 പേരെ രക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വീടുകൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും വലിയ തരത്തിലുള്ള ഈ പാറകളൊക്കെ തന്നെ വന്നു പതിച്ച്, അതോടൊപ്പം ഈ മൺകൂനകളൊക്കെ വന്നു പതിച്ച് ജലവുമൊക്കെയായി അങ്ങനെ തകർന്ന നിലയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ നിന്നും ഇങ്ങനെ ഒരു സിഗ്നൽ ലഭിക്കുന്നത്. എന്തായാലും ഈ സമയം ഈ സിഗ്നൽ ലഭിക്കുന്നത് തന്നെയാണ് ഈ മറ്റുള്ളവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണ് എന്നറിയാൻ. കാരണം അങ്ങനെ ഒരാൾ അതിനകത്ത്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് അങ്ങനെ ഒരു ആളെ ജീവനോടുകൂടി കണ്ടെത്താൻ സാധിച്ചാൽ അത് വളരെയധികം അത്ഭുതം തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇത്രയധികം ദിവസമായി ആ മേഖലയിൽ, അതായത് പുറമേ നിന്ന് നോക്കിയാൽ ഒന്നും കാണാത്ത വിധം ഈ മണ്ണിനടിയിൽ ഒരാൾ ഇത്രയും
ദിവസമായി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ്. അങ്ങനെ ഒരു സിഗ്നൽ ലഭിക്കുമ്പോൾ എല്ലാ മനുഷ്യരും അത് ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഈ പരിശോധന ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് NDRF സംഘവും ഫയർഫോഴ്സും ഒക്കെ അവർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത തരാനാവില്ല. പക്ഷേ ഇത് ഒരു ജീവന്റെ തുടിപ്പാണ്, ആ ഒരു സിഗ്നലാണ് റഡാറിൽ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നതെന്നുമാണ്. എന്തായാലും മീറ്ററുകളോളം കുഴിച്ചാൽ മാത്രമേ അത് എന്താണ് എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പരിശോധന തുടരുന്ന സാഹചര്യത്തിലാണ്. ഈ പ്രതികൂല കാലാവസ്ഥയും ഇന്നുണ്ടായിരുന്നു, മഴ തുടരുന്ന ഒരു സാഹചര്യമെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു. ഇതിനിടയിൽ വന്നിട്ടുള്ള ആ ശുഭകരമായിട്ടുള്ള ഒരു വിവരം ഞാൻ പറഞ്ഞിരുന്നു. 4 പേരെ ഒരു മേഖലയിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്കൂൾ പരിസരത്ത് നിന്നും, അതായത് ഈ ചൂരൽമലയുടെ സമീപത്തുള്ള ഈ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് നിന്നും മൃതശരീരങ്ങളും കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം ഈ മേഖലകളൊക്കെ തന്നെ, അതായത് ഇനി ഈ മണ്ണിനടിയിൽ ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന സാഹചര്യത്തിൽ ഇതിനടിയിൽ നിന്നും ജീവനോടെ ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് സൈന്യം, അതോടൊപ്പം തന്നെ സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു, അവിടെ എന്തെങ്കിലും ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരത്തിലൊരാളെ കണ്ടെത്തുകയാണെങ്കിൽ അതിവേഗം തന്നെ ഇവിടെ എത്തിച്ച അയാളെ കണ്ടെത്താനുള്ളത് 281 പേരാണ്. ജീവനോട് ഇനിയും വീണ്ടെടുക്കൽ സാധ്യമാകുമോ എന്നുള്ള, ദിവസങ്ങൾ ഇത്ര കഴിയുന്നു, പക്ഷേ സാധ്യമാകുമോ എന്നുള്ള പരിശോധനയിൽ തന്നെയാണ് തിരച്ചിൽ സംഘമുള്ളത്. അപ്പോഴാണ് ഈ അത്യാധുനിക തെർമൽ ഇമേജ് റഡാർ അഥവാ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ശ്വാസത്തിന്റെ സിഗ്നൽ കിട്ടുന്നത്. ഒരു നിശ്ചിത താഴ്ചയിലും പരപ്പിലുമൊക്കെ ജീവന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെതായാലും മൃഗത്തിൻ്റെതായാലും ശ്വാസത്തിന്റെ ആ ഒരു സിഗ്നൽ ലഭിക്കുമെന്നുള്ളതാണ്. അവിടെ വളരെ സൂക്ഷ്മതയോടെ കെട്ടിടം നിന്ന ഭാഗത്ത് പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് മണ്ണും കല്ലും ഒക്കെ മാറ്റി വളരെ സൂക്ഷ്മതയോടെ തിരച്ചിൽ സംഘം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്.